ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ സിദ്രാം KL01 വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾക്ക് ഇന്ന് കല്യാണമാണ്, ഉമ്മച്ചിയുടെ ഫാമിലിയിലാണ് കേട്ടോ കല്യാണം. അങ്ങനെ നമ്മളിത് വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അനിയത്തി മോനും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നും പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫുട്ബോളിൻ്റെ ഫൈനലാവുന്ന ടൈമിനായിരുന്നു നമ്മുടെ കല്യാണവും. ഫുട്ബോൾ ടൈമിനായിരുന്നു കല്യാണം. അപ്പോൾ റോഡ് മൊത്തം ബാനറുകളായിരുന്നു കേട്ടോ, ഫ്ലെക്സും ഒക്കെ ആയിരുന്നു. അതാണ് കാണിച്ചത് നേരത്തെ. അപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കമാണ്. അത് കണ്ടിട്ട് മോൾ അനുകരിക്കുകയാണ് കേട്ടോ, അവളെ ഇമിറ്റേറ്റ് ചെയ്തതാണ്. അങ്ങനെ നമ്മളിത് ഉമ്മച്ചിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വീടെത്തിയിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി റോഡിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു കുപ്പി വെള്ളം കൂടെ കരുതിക്കൊള്ളണേന്ന് പറഞ്ഞവിടെ നിന്ന് അങ്ങറ്റം വരെയും വെള്ളം കുടിക്കുക, മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം വേണമെന്ന് പറയുന്നെങ്കിൽ കൊടുക്കാമെന്ന് വെച്ചിട്ട് വെള്ളം എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഉമ്മിച്ചായ കണ്ടുടനെ തന്നെ ദേ മൂത്ത ആൾ ഉമ്മിച്ചാടെ മടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് പോകുന്ന വഴിയിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഒപ്പം ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ മക്കളതേ ഉറങ്ങിയൊക്കെ എണീച്ചു. ഒരു 1.5 മണിക്കൂറുള്ള യാത്രയുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഉറക്കം ഒക്കെ കഴിഞ്ഞ് എണീറ്റ സമയത്ത് നമ്മളത് ഗാർഡനിയ കൺവെൻഷൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ബ്രൈഡിനെയും ഗ്രൂമിനെയും ഒക്കെ കാണാൻ കേട്ടോ. ഓഡിറ്റോറിയത്തിൽ പോയപ്പോൾ വൈകുന്നേരമായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു പാർക്കിംഗ് ഒക്കെ കണ്ടുപിടിച്ച് കാറ് പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പിൽ നോക്കുവാണേ. അങ്ങനെ നമ്മൾ കാറിൽ നിന്നൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇക്കായും വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇശലിൻ്റെ ഉറക്കത്തിൻ്റെ ഒരിത് മാറിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും സ്ഥലം എത്തിയപ്പോഴത്തേനും വണ്ടിയിൽ നിന്നൊക്കെ ചാടി ഇറങ്ങി ഇതേ നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ശരിയാവും. വണ്ടി കയറിയാൽ തന്നെ എപ്പോഴേ ഉറങ്ങുന്ന ആളാണ് ഇശൽ. അങ്ങനെ ഉറക്കത്തിന് ഉണർന്ന് നിൽക്കുവാണ്. അങ്ങനെ നമ്മളിത് പോകുന്ന വഴിയിൽ ഫ്രണ്ടിൽ തന്നെ ആസിയ സുൽത്താന വിത്ത് റസ്വി മുഹമ്മദ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്രൈഡും ഗ്രൂമുമാണ്. അങ്ങനെ നമ്മൾ ഇക്കായും വെയിറ്റ് ചെയ്ത് നിന്ന് ഇക്ക എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിതേ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അല്ലേ? അതെ, നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും വിശേഷങ്ങളോ കല്യാണമോ എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമ്പോഴായിരിക്കും ഇപ്പോൾ ഒട്ടുമിക്കവരും ഒന്നിച്ച് കാണുന്നത് തന്നെ അല്ലേ. അപ്പോൾ എൻ്റെ കുഞ്ഞുമ്മയാണ് കേട്ടോ. ആദ്യം തന്നെ ചെന്ന് കയറിയപ്പോൾ കുഞ്ഞുമ്മയാണ് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും. അപ്പോൾ അവർ രണ്ടുപേരും വളരെ ബിസി ആയിരുന്നു. അങ്ങനെ നമ്മളിത് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത്തായും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ പോയി കണ്ടു. നമുക്ക് ബാക്കി ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയും കസിൻസിനെയും ഒക്കെ കാണാനുണ്ട് കേട്ടോ. ഇന്നൊരു ദിവസം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദർ പോലെയാണ് നമ്മുടെ ഈ ഒരു കല്യാണം കേട്ടോ. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു കല്യാണമാണ്. അപ്പോൾ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവരെയും കാണാൻ കിട്ടുന്ന ഒരു അടിപൊളി അവസരം കൂടെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, മാഷാ അല്ലാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ പോയി ഓരോരുത്തരെ കാണുന്നതും എല്ലാവരെയും കൂടെ ഒരുമിച്ച് കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടില്ലേ. അമ്മച്ചിയുടെ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ, അവനിയനായിട്ട് വരും. അപ്പോൾ അവൻ്റെ വൈഫാണ് കൂടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ് അവൻ്റെ വാപ്പ, അതായത് ഉമ്മച്ചിയുടെ ബ്രദർ. ഓരോ വീഡിയോസും കണ്ടിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും ഞാൻ പോയി ഓരോരുത്തരായിട്ട് ഇങ്ങനെ കണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ ഫാമിലിയിലെ എൻ്റെ ഉപ്പ കേട്ടോ. ഇനി ഉപ്പായും കൂടെ ഉള്ളൂ. ഉമ്മച്ചിയുടെ വാപ്പച്ചിയുടെ അനിയനാണ്. ഉപ്പായും കൂടെ ഉള്ളൂ. ബാക്കി എല്ലാവരും ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപ്പാക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. വീണ്ടും നമ്മൾ ബ്രൈഡും ഗ്രൂമും ദേ ഫോട്ടോ സെക്ഷനിൽ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അനിയൻ എബ്രോഡാണ്. വീഡിയോ കോൾ ചെയ്ത് എല്ലാവരെയും കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത്ത അനിയനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ചപ്പാത്തി ഉണ്ട്, റൈസ് ഉണ്ട്, പൊറോട്ട ഉണ്ട്, അതുപോലെ തന്നെ കാന്താരി ചിക്കൻ കറി, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അത് കഴിക്കാം.
അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. അങ്ങനെ ഹംദുദേ പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ കുഞ്ഞുമ്മമാരാണ് കേട്ടോ, ഉമ്മച്ചിയുടെ അനിയത്തിമാരുടെ മക്കളാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീം മുഖ്യം ബിഗിലേ. അങ്ങനെ നമ്മൾ ഐസ്ക്രീമിൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. കൈയൊക്കെ വാഷ് ചെയ്ത് നമ്മൾ പുറത്ത് വന്നപ്പോൾ എല്ലാവരെയും ഒത്തതേ കാണാൻ പറ്റിയിട്ടുണ്ട്. ഉമ്മച്ചിയുടെ വാപ്പച്ചിയുടെ സഹോദരങ്ങളിലുള്ള മക്കളെയും മരുമക്കളെയും ചെറുമക്കളെയും എല്ലാവരെയും ഒരുമിച്ച് ഐസ്ക്രീമിൻ്റെ ചോട്ടെന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാ, അതൊരു സന്തോഷം തന്നെയാണ്. അങ്ങനെ കുറേ സമയം നമ്മൾ അവിടെ അങ്ങനെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 2 കുഞ്ഞുമ്മമാരുടെ മക്കളാണ് കേട്ടോ. സന്തോഷമേറിയൊരു നിമിഷം തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരെയും കാണുക എന്ന് പറയുന്നതിലുപരി സന്തോഷം പങ്കുവെക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇതാണ് ഐസ്ക്രീം കൗണ്ടർ. ഇപ്പോൾ ഇച്ചിരി തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മക്കൾക്കൊക്കെ ഓരോ ഐസ്ക്രീം കൊടുത്ത് കുറച്ച് ദൂരേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ആക്കും കേട്ടോ. ഇശലിന് വേണ്ട, മതിയായി, അങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ ഇനി ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഫോട്ടോ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫാമിലി ഇതേ ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. ശേഷം കൊച്ചായും കുഞ്ഞുമായും ഒക്കെയാണിത്. അവരും ഫാമിലിയോടെ ഇതേ കയറിയിട്ടുണ്ട്. ഒരാളില്ലായിരുന്നു. ശേഷം അപ്പച്ചിയും മക്കളും, 2 അപ്പച്ചിമാരും മക്കളുമാണ്. പിന്നെ നമ്മുടെ സ്മോൾ ഫാമിലിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളതാണ്. ക്യാമറയിലൊന്നും തന്നെ കയറുന്നുണ്ടായിരുന്നില്ല, അത്രയും വലിയ സ്ക്രീനായിരുന്നു. നമ്മുടെ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു തിരക്ക്. ഇതെല്ലാം എന്താ പറയുക, ഒരു മരത്തിലെ ചില്ലകളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് സ്റ്റേജിൻ്റെ താഴെ വന്നിട്ടുണ്ട്. ഇത് മാമായും മാമിയുമാണ് കേട്ടോ. പിന്നെ ഇനി പോകാനുള്ള തന്ത്രപ്പാടുകളാണ്. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, വൈകിട്ടായിരുന്നല്ലോ ഫംഗ്ഷൻ. അപ്പോൾ ഇക്കാക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ആക്കിയിട്ട് ഇക്ക പോവുമായിരുന്നു കേട്ടോ. നമുക്ക് തിരിച്ച് ഇനി ഇക്കയുടെ കൂടെ കാറിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഇക്ക പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം ആയപ്പോഴത്തേനും. ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ഇക്കാക്ക് വിളി വന്നു, കോള് വന്നിട്ട് അപ്പോഴേ ഇക്ക അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നുള്ള ടൂറിസ്റ്റ് ബസ്സിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ രാത്രിയായി കേട്ടോ, ഒരു 8 മണി 8:30 ആയിട്ടുണ്ടാവും. കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മക്കളുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ, മാഷാ അല്ലാ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ സന്തോഷം തന്നെയാണ്. എല്ലാവരും ഒന്നിനൊന്ന് അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കളുടെ സന്തോഷം കാണുമ്പോൾ മാതാപിതാക്കൾക്ക് അതിലുപരി സന്തോഷമായിരിക്കും അല്ലേ, മാഷാ അല്ലാ. അപ്പോൾ നമുക്കിനി ബസ്സിനകത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഒപ്പം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.